28 ജനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി പ്രത്യേകിച്ച് ഒരുപാട് ലെഫ്റ്റ് സൈഡിലായിട്ടാണുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്തുള്ളത് ഇന്നത്തെ ദിവസത്തെ ഡേ ലോ, അതായത് 27-ാം തീയതിയുടെ ഡേ ലോ 22,786. അതൊരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് നിൽക്കുന്നതിനോട് ബുള്ളിഷായിട്ട് പോകാനും ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത്. 22,786 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി എല്ലാം മാർക്കറ്റ് 22,943 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള ട്രേഡിംഗ് ലെവൽസ് എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നാളെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 47,924 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 48,420 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇതായിരിക്കും ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ട്രേഡിൽ SLO ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാലായിരിക്കും പിന്നെ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ട്രേഡ് എടുക്കുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ആ ഒരു ദിവസം ക്രിയേറ്റ് ആവുന്ന ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ട്രേഡ് ചെയ്യുന്ന പ്ലാൻ അതാണ്. താങ്ക് യു.